പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇന്റർനാഷണലി ഒരു രാജ്യമെങ്കിലും മരിക്കുന്നതിന് മുന്നേ വിസിറ്റ് ചെയ്യണം. ഈ ലോകമൊത്ത് ഒരിക്കലും ഒരാൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരെ പറ്റി ഞാൻ ചിന്തിച്ച് എന്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് തുടങ്ങണം. എന്താ ഹോബി എന്ന് ചോദിച്ചാൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്ന ഈ യാത്രയെ ജീവിതം തന്നെ ആക്കി മാറ്റിയ ഒരു പെൺകുട്ടി, ബാക്ക് പാക്കർ അരുണിമ. ഹായ്. എന്താ സോളോ ട്രാവലർ ആണ് എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കണ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊക്കെ ചോദിക്കണം. എല്ലാരും ഫസ്റ്റ് ചോദിക്കുന്നത് പേടിയാവില്ലേ ഒറ്റയ്ക്ക് പോവാന്, അങ്ങനെ ചോദിക്കും. പിന്നെ ഗേൾ ആയതുകൊണ്ട് പീരീഡ്സിന്റെ ടൈമിൽ എന്താ ചെയ്യാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് പെൺകുട്ടികളെ കൂടുതൽ ചോദിക്കുന്നത്. യാത്ര ചെയ്യാനാണ് ഇഷ്ടം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ടൈം, നമ്മൾ ഉള്ളിലുള്ള ഒരു കുട്ടീനെ സന്തോഷിപ്പിക്കാനാണ് യാത്ര ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ്, ആ ചൈൽഡ്ഹുഡിലാണോ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വരുന്നത്? എങ്ങനെയാണ്? ചെറുപ്പത്തിലാണ് എനിക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ ചിന്താഗതിയിലെ ട്രാവൽ അല്ല ഞാനിപ്പോ ചെയ്യുന്നത്. അന്ന് എനിക്ക് ലക്ഷറി ആയിട്ട് ട്രാവൽ ചെയ്യണം, വലിയ ബിൽഡിങ്സ്, വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുക, അല്ലാതെ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻ. അല്ലെങ്കിൽ ഞാനൊരു ടൂറിസ്റ്റ് ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത്, ട്രാവലർ ആവാനല്ല. ഇന്ന് ഞാൻ ഓരോ സ്ഥലങ്ങളിലെ ഓരോ ആളുകള് ഞാൻ ടൂറിസ്റ്റ് ആന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ തിരുത്തി കൊടുക്കാറുണ്ട്, ഞാൻ ട്രാവലറാ അങ്ങനെ ഞാൻ പറയും. ഇപ്പോൾ അവര് ടാക്സി എടുക്കട്ടെ അതെടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഐ എം നോട്ട് എ ടൂറിസ്റ്റ്, അങ്ങനെ ഞാൻ എപ്പോഴും പറയും അവരുടെ അടുത്ത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇടുന്ന ഡ്രസ്സിന്റെ ആയാലും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ഫോട്ടോ, അതിന്റെ പേരിലൊക്കെ ഇങ്ങനെ ഒരു മോശം കമന്റ് കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യായിരിക്കും. പക്ഷെ അതിന്റെ ഇടയിലായിരിക്കും ഇങ്ങനെ ഒരു മോശം കമന്റ് കാണുന്നത്. അതിനെ ഇങ്ങനെ ഈ സൈബർ ബുള്ളിങ് ഞാനത് കെയർ ചെയ്യാറേ ഇല്ല. എനിക്ക് ടൈം കിട്ടുമ്പോഴായിരിക്കും ഞാൻ നോക്കുന്നത്. അതെനിക്ക് ഫണ്ണായിട്ടാണ് ഫീൽ ചെയ്യാറ്. കാരണം അവരുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ അവര് എന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത്. പിന്നെ സ്വന്തം ഐഡന്റിറ്റിയിലല്ല, ഫേക്ക് അക്കൗണ്ടിൽ വന്നാ പറയുന്നത്. സ്വന്തം ഐഡന്റിറ്റിയിൽ അത് പറയാനുള്ള ഒരു ഇതുപോലും ഇല്ലാത്ത, വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരെ പറ്റി ഞാൻ ചിന്തിച്ച് എന്റെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതിനെപ്പറ്റി ഒട്ടും ബോധർ ചെയ്യാറില്ല. പിന്നെ നല്ലത് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ മനുഷ്യനാണല്ലോ, ഓരോ സാഹചര്യം എന്റെ ചില സമയത്ത് ഞാൻ ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കുമായിരിക്കും, വിശന്നിരിക്കുമായിരിക്കും. ആ ടൈമിൽ ഇത് കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ഇടും. അല്ലാതെ കോമൺ ആയിട്ട് ഞാൻ ഇവരെ റിപ്ലൈ ചെയ്യുന്നത്, ഇപ്പൊ ഞാനൊരു വീഡിയോനാണ് എനിക്ക് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ വന്നെങ്കിൽ നെക്സ്റ്റ് അതേ കോസ്റ്റ്യൂമിലുള്ള പോസ്റ്റ് ഞാൻ ഇടും. എന്നിട്ട് അതിന് ക്യാപ്ഷൻ ആയിട്ട് എല്ലാരെ പറ്റി പൊതുവായിട്ട് ഞാൻ ചീത്ത വിളിക്കുന്ന രീതിയിൽ സാഹിത്യത്തിൽ അങ്ങ് എഴുതും. അപ്പൊ എല്ലാവർക്കും തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇതാവും. ചുറ്റും കാണുന്നില്ല ആളുകള്, അവര് കണ്ടു വളരാത്ത എന്താ ഡ്രസ്സിങ് ആയാലും ഈ ലോകത്ത് എന്താ നടക്കുന്നതെന്ന് ബുക്ക് വായിച്ചോ യാത്ര ചെയ്തോ സിനിമകൾ കണ്ടോ അറിവില്ലായ്മയാണ് അവരുടെ ഇത് കാണിക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയയിൽ വന്ന്. ഇപ്പൊ എന്റെ പാരന്റ്സ് തന്നെ മുന്നേ, എന്റെ ഗ്രാൻഡ്മയൊക്കെ ഇപ്പൊ മരണപ്പെട്ടു, മുന്നെല്ലാം പറയുന്ന ആ സമയത്ത് എന്റെ അടുത്ത് ഡ്രസ്സിങ്ങിന്റെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ ആൺകുട്ടികളുടെ കൂടെ ഞാൻ ബിക്കിനി ഇട്ട് നിന്നത് ഇവര് പറഞ്ഞു. ഞാൻ പറയും അതിനെന്താ കുഴപ്പം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവര് പറയും ഇല്ല, അവര് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അത് ചെയ്യണ്ട. അങ്ങനെ പറയും. അത് ചെയ്തോണ്ടൊരു പ്രശ്നമില്ല. നമ്മളിപ്പോ ഒരു കാര്യം ഒരാളെ പേടിച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ ചിന്താഗതി അല്ലേ മാറണ്ടേ, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാ, അവരത് കണ്ട് മാറട്ടെ, ഞാൻ അങ്ങനെ പറയാ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ കയ്യിലുള്ള കുറച്ച് ഇത് കാശ് കൊണ്ടായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുക. പക്ഷെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് പോലും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ എപ്പോഴും എന്റെ യാത്രകള് ഞാൻ ആദ്യ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൈസ കിട്ടുക എന്നുള്ള ഒറ്റ ഇതിലായിരുന്നു. കാരണം പല സമയത്തും വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ എനിക്ക് താല്പര്യം പോലും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കും. പക്ഷെ എനിക്ക് പൈസ വേണം, എന്നാലേ യാത്ര ചെയ്യാൻ പറ്റും. എന്റെ സെൽഫ് ഇതിനു വേണ്ടി മാത്രം ചെയ്ത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് പല ആൾക്കാരും എന്റെ വീഡിയോസ് കാണിച്ചു കൊടുത്ത് സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിൽ എന്നെ ടൂറിന് വിട്ടു, അതുപോലെ കോളേജിൽ 3 ഡേ ട്രിപ്പിന് അവർ വിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര, ഞാൻ കാരണം വേറെ ഒരാൾക്ക് എന്തോ ഞാൻ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്റെ ഒരു സക്സസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് തുടങ്ങണം. മരിച്ചു കഴിഞ്ഞാൽ പോലും എന്റെ ഐഡന്റിറ്റിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും പുതിയ ആൾക്കാരും എന്നെ കണ്ട് യാത്രകൾ ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹോം
എന്നുള്ളതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്റെ വീട്, ഞാൻ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, അങ്ങനെ ഒരു ഫീല് അല്ലെങ്കിൽ അങ്ങനെ ഒരു concept ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല. എവിടെയാണോ നിൽക്കുന്നത് അവരാണ് എന്റെ ഫാമിലി. അത് ശരിക്കും ഞാൻ പറഞ്ഞതാ. സിക്കാവുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഇത് എനിക്ക് കിട്ടുന്നത്. എനിക്ക് അപ്പം മാത്രം ഒന്ന് വീട്ടില് പോയിട്ട് കഞ്ഞി കുടിക്കണം. എനിക്ക് എന്റെ ഗ്രാൻഡ്മയാണ് എന്നെ ചെറുപ്പം തൊട്ട് നോക്കിയത്. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരി ഇല്ല, അതെനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കിപ്പോ വയ്യാതെ പനി പിടിച്ച് കിടക്കുവാണെ ഉറങ്ങാതെ എന്റെ കൂടെ ഇരിക്കും. ആ ഒരു ഇരുത്തമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ റിലീഫ്. അതാണ് എന്റെ മെഡിസിൻ. ഞാൻ മെഡിസിൻ പൊതുവെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാ. അപ്പൊ മെഡിസിൻ വേണ്ട, ഒന്നും വേണ്ട, ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും അവരെന്നെ എന്താ പറ്റിയ അതുപോലെ തന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് ത്രോട്ട് പെയിനും പനിയായിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്നെ മാറിയിട്ടുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഓക്കെ ആയോ. ആ ഓക്കെ ആയെന്നുള്ള ചോദ്യമാണ് എന്താ പറയാ. അപ്പൊ അവരുടെ ആ ഒരു സാന്നിധ്യം ഉണ്ട്, നമ്മുടെ ഫാദർ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്ന ആ ടൈമിൽ മാത്രമാണ്. അല്ലാത്ത ടൈമിൽ എനിക്ക് ഹോം സിക്നെസ് എന്ന് പറഞ്ഞ സാധനമേ എനിക്ക് എന്റെ സന്തോഷം അല്ലെങ്കിൽ എന്റെ സമാധാനം ഒക്കെ എനിക്ക് യാത്ര ചെയ്ത് ഒരു പരിചയമില്ലാത്ത നാട്ടില് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ പുതിയ രുചികളും പുതിയ കാര്യങ്ങളുമായിട്ട് പോകുന്നതാണ്. എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരിക്കും ആ ടൈമില്. ഈ ഗ്രാൻഡ്മേനെ പറഞ്ഞല്ലോ, ആളുമായിട്ട് ഭയങ്കര കണക്ട് ആണെന്നാണല്ലോ. ആൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ യാത്ര ചെയ്യാൻ വേണ്ടിട്ട്? അല്ലെ ഫാമിലിന്റെ സപ്പോർട്ട് കൊണ്ടല്ലേ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റണത്? അതെനിക്കറിയില്ല. അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നീ പോയിട്ട് വാ അങ്ങനെയൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയൊന്നും അവര് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുമില്ല. അവര് ചിലപ്പോ ഭയങ്കര രീതിയിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്, വിളിച്ച് ചീത്ത പറഞ്ഞ് തിരിച്ചു അങ്ങനെയൊക്കെ പറയുമായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ബുദ്ധിമുട്ടായേനെ. എനിക്ക് തന്നെ വേറെ വ്ളോഗേഴ്സ് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നെക്കാളും ഡബിൾ ഇരട്ടി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് വീട് വെക്കണം, ഇതുവരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അമ്മയ്ക്കും അച്ഛനും ജോലിയില്ല, അനിയനെ അനിയത്തിനെയും പഠിപ്പിക്കണം, അനിയത്തിനെ കല്യാണം ഇത്രയും ചിന്തകള്. ഞാൻ ഏറ്റവും ചെറിയ ആളാണ്, എന്റെ ബ്രദർ ഓൾറെഡി മാരീഡാ, ആൾക്കും ആളുടെ വൈഫിനും ജോലിയുണ്ട്. സോ ഞാൻ ഭയങ്കര എന്താ പറയാ, അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ നമീബിയയിൽ പോയപ്പോ അവര് ട്രൈബ്സിന്റെ ഹിംബ ട്രൈബ്സിന്റെ ഇൻസ്റ്റയില് സ്ട്രൈക്ക് കിട്ടിയിട്ട് ഓട്ടോമാറ്റിക് എല്ലാം പോയി. യൂട്യൂബിൽ ആ വീഡിയോസ് ഉണ്ട്. യൂട്യൂബിലുണ്ട്. അപ്പം എന്തായിരുന്നു ഒരു കൾച്ചറൽ ഷോക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടോ ഈ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിൽ? ഞാൻ അവരുടെ എന്താ പറയാ, അവര് ലൈഫിൽ ഒരിക്കലും വെള്ളം വെച്ചിട്ട് കുളിക്കില്ല. ഫസ്റ്റ് ഞാൻ ഷോക്കായത് എത്യോപ്യയില് വർഷത്തിൽ ഒരിക്കലേ കുളിക്കുന്നു കേട്ടപ്പോ ഷോക്കായി. പിന്നെ കണ്ട് അത് നമുക്ക് ശീലാവും. എന്ത് കാര്യം നമുക്ക് ആദ്യം കാണുമ്പോ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല ആർക്കായാലും. പിന്നീട് അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം എന്താ പറയാ, നമ്മൾ നമ്മുടെ രീതിയിൽ ചെയ്യാ, അവരാണ് മാറേണ്ടത്, നമ്മളല്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഹിംബ ട്രൈബിൽ അടുത്തെത്തിയപ്പോ എന്തോ ഒരു സ്മെല്ലുള്ള ഒരു അരോമ സ്മെല്ലുള്ള ഒരു സാധനം ഉണ്ട്. അത് ഒരു റെഡ് കളർ, അത് അവര് മേത്ത് തേക്കും. അത് ക്ലീൻ ആവും, ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, പിന്നെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, തണുപ്പുള്ള ഏരിയ ചൂടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ സംഭവത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല. അപ്പോ കളറിന്റെ സ്കിന്ന് പക്ഷെ അവരുടെ സ്കിന്നുമായിട്ട് നല്ല മാച്ച് ആയിരിക്കും. അത് ഞാനും ട്രൈ ചെയ്തായിരുന്നു. എനിക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ബട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 12 hours ഞാനത് ഇട്ടുള്ളൂ. അപ്പോഴേക്ക് എനിക്ക് കുളിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നേ. എന്നിട്ട് ഞാൻ വെറ്റ് വൈപ്സ് ഒക്കെ വെച്ച് മൊത്തം തുടച്ചു, എന്നാലും അത് പോയില്ല. ഒരു പാക്കറ്റ് മൊത്തം വെറ്റ് വൈപ്സ് തുടച്ചിട്ടും പോകുന്നില്ല. എന്നിട്ട് അവിടെ 2-3 days ഞാൻ അവിടെ നിന്നു പക്ഷെ കുളിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ 3 ദിവസം കഴിഞ്ഞ് ലിഫ്റ്റ് അടിച്ച് വേഗം അടിച്ച സ്ഥലത്തേക്ക് ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പോഴൊന്ന്, അതായത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കംഫർട്ട് ആയിരിക്കില്ല. അതെ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോ ഒരു ഫീലാ. അപ്പൊ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് വെള്ളം ഇല്ലാതെ, ജീവിതത്തിൽ ഒരിക്കലും പീരീഡ്സ് ആവുന്ന സമയത്ത് വെള്ളം ഇല്ലാതെ അവരെങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാ. അത് മാത്രല്ല അവര് സാധാ തുണിയും പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു തുണിയല്ല. പക്ഷെ അവര് അങ്ങനെയൊക്കെയാണ് അവര് അത് യൂസ് ചെയ്യുന്നത്. പാഡില്ല, മെൻസ്ട്രൽ കപ്പ് ഇല്ല, ടാമ്പോൺസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരുപാട് ട്രാവൽ ചെയ്തു. അപ്പോ കേരളത്തിലേക്ക് വരുമ്പോ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയും. ട്രാവൽ ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാരും ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യമെങ്കിലും പോകണം എന്ന് അരുണിമ വിചാരിക്കണ ഒരു സ്ഥലം ഏതായിരിക്കും? അയ്യോ, അങ്ങനെ ഒരു സ്ഥലം ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും അത് ഓരോ ആളുകളുടെ ഇതാണ്. ഇപ്പൊ ഇങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ പോണം അങ്ങനെ ഞാൻ പറയാറില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇന്റർനാഷണലി ഒരു രാജ്യമെങ്കിലും മരിക്കുന്നതിന് മുന്നേ വിസിറ്റ് ചെയ്യണം, മസ്റ്റ് ആയിട്ടും. ഏത് ഇന്റർനാഷണലി നമ്മൾ ഒരു രാജ്യത്ത് പോവാണെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളൊരു, ഒറ്റയ്ക്ക് പോകണമെന്നൊന്നും ഞാൻ പറയില്ല, ഫാമിലി ആയിട്ടോ ഈ പാക്കേജ് ആയിട്ടല്ല,
പാക്കേജ് അല്ലാതെ പോകണം. പാക്കേജ് ആയിട്ട് നമുക്ക് എല്ലാം അറിയാം. അല്ലാതെ നമ്മൾ സ്വയം എന്തെങ്കിലും ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പഠിക്കണേ നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണം. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയും അച്ഛനും കുട്ടി ഉണ്ടായിട്ടെ, പക്ഷെ എന്നാലും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഒറ്റയ്ക്ക് എന്തായാലും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു കൺട്രിയെങ്കിലും വിസിറ്റ് ചെയ്യണം. ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടോ ഇതുവരെ പോയേ? ഇന്ത്യയില് മേഘാലയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം എനിക്ക് ടെന്റ് അടിക്കുന്ന ഉമിയാം എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട്. ഷില്ലോങ് എന്ന് പറഞ്ഞാണ് ക്യാപിറ്റൽ സിറ്റി. ആസാമിൽ നിന്ന് നമുക്ക് ഉമിയാം ലേക്ക് ടച്ച് ചെയ്തിട്ടാണ് ഷില്ലോങ് സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ, അതായത് ടൗണിലേക്ക്. അപ്പൊ ആ ഉമിയാം ലേക്കിൽ തന്നെ എനിക്ക് ഒരു ടെന്റ് അടിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഞാൻ അത്രയും പ്രാവശ്യം അവിടെ പോയി അവിടെ തന്നെ ഞാൻ ടെന്റ് അടിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഫീലാണ് അവിടെ കിട്ടാറ്. പിന്നെ ആ മേഘാലയയിലെ എനിക്കെപ്പോഴും ആദ്യം ഞാൻ വിചാരിച്ചു കേരളത്തിലെ ഏറ്റവും അടിപൊളി സ്ഥലങ്ങള്, വെള്ളച്ചാട്ടങ്ങള്, പക്ഷെ അതൊക്കെ എന്റെ ആ ഒരു ഇത് മാറിയത് മേഘാലയ കണ്ടതിന് ശേഷം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അത്രയും റിഫ്രഷിങ് ആയിട്ടുള്ള, കണ്ണിന് കുളിരേകുന്ന ഒരു സ്ഥലം എനിക്ക് കിട്ടിയത് മേഘാലയ. ഇനി എത്ര കാലം യാത്ര ചെയ്യണം എന്നാണ് തനിമേന്റെ ആഗ്രഹം? അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? മടുക്കും വരെ എല്ലാം മനോഹരം എന്നാണല്ലോ. എനിക്ക് എന്തെങ്കിലും മടുക്കുവാണെങ്കിൽ ഞാൻ നിർത്തും. അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. ഇന്ന് അല്ലെങ്കിൽ ഇപ്പത്തെ എന്റെ ഇതില് ഒരു 35 വയസ്സ്, ഇപ്പൊ എനിക്ക് 25 വയസ്സ്, 35 വയസ്സിനുള്ളിൽ ലോകത്തെ എല്ലാ രാജ്യത്തും ഒരു വട്ടെങ്കിലും പോണം എന്നുള്ളതാ. അത് കഴിഞ്ഞാലും ഇപ്പോ ഇന്ത്യയിൽ ഇനി ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓരോ രാജ്യത്തും ഓരോ സ്ഥലങ്ങളാണ്, ഓരോ ജില്ലയിലും. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്നോണ്ട് പറയാം, അഗസ്ത്യാർ കൂടെ പോയിട്ടില്ല. ഇത് പോണെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ആകെ ഒരു വട്ടം മാത്രം, ഒരു വന്നെന്തോ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ ലോകം മൊത്തം ഒരിക്കലും ഒരാൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. അതായത് ഒരാളുടെ ആയുസ്സിൽ 1 വയസ്സ് തൊട്ട് യാത്ര ചെയ്ത് 80 വയസ്സ് വരെ നമ്മൾ യാത്ര ചെയ്താ, ഒരു ദിവസം പോലും യാത്ര ചെയ്യാതിരുന്ന് ഫുൾ യാത്ര ചെയ്താൽ പോലും ഈ ലോകം മൊത്തം അത്രയും വലുതാ നമുക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാ ഫീൽ ചെയ്യാറ്. കുറച്ച് 1-5 രാജ്യം പോയപ്പോ പിന്നെ ഈ ലോകത്ത് എവിടെ വേണേ പോവാം, എന്ത് വേണേ ചെയ്യാം. ഇടയ്ക്കൊക്കെ വിസ റിജക്റ്റ് ഒക്കെ ആവും, അപ്പൊ ഇച്ചിരി വിഷമം ഉണ്ടാവും. എന്നാലും അപ്പോഴും ഞാൻ വിളിക്കും, പ്രശ്നമില്ല, നല്ലത് വരാൻ വേണ്ടിയിട്ടാന്ന് ഓർത്ത് ഞാൻ തന്നെ എല്ലാം എന്റെ ലൈഫിലെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായാലും എല്ലാം ഞാൻ തന്നെയാ. ഞാൻ ഒരാളോട് ഒരു ഡിസിഷൻ ചോദിക്കാറില്ല. നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടേക്കാ? ഞാനിപ്പോ ഓൾറെഡി US അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈദരാബാദ് എനിക്ക് 14 അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. വിസ കിട്ടുവാണെങ്കിൽ US എന്നാലും അടുത്ത് പോകണം. പക്ഷെ ഇപ്പൊ ഓൾറെഡി ഞാൻ ഫ്രാൻസിലേക്കുള്ള ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. മാർച്ച് 13 ഞാൻ പാരീസിലേക്ക് ഫ്ലൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.